എങ്ങനെ നമ്മളുടെ ബിസിനസ്സിനെ സ്ട്രാറ്റജിക് ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം? ആദ്യം പറയാം, എന്താണ് സ്ട്രാറ്റജിക് ബ്ലൈൻഡ് സ്പോട്ട്? നമ്മളൊരു ബിസിനസ് കുറേ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ട് വരികയാണ്. പക്ഷേ പെട്ടെന്ന് പുതിയൊരു കോമ്പറ്റീറ്റർ വരികയോ, ടെക്നോളജിയിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങളോ, കസ്റ്റമർ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളോ, നാച്ചുറൽ കലാമിറ്റീസോ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും മാർക്കറ്റിൽ ഉണ്ടാകുന്ന വലിയ ചേഞ്ചുകൾ അല്ലെങ്കിൽ കസ്റ്റമർ ബിഹേവിയറിലൊക്കെ ക്രമാനുഗതമായി സംഭവിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പാറ്റേൺ ഫോളോ ചെയ്യുന്നതുകൊണ്ട് കാണാതെ പോകുന്നത് വഴി നമ്മുടെ ബിസിനസ്സിന് തകർച്ചയോ പരാജയമോ ഉണ്ടാകുന്നതാണ് സ്ട്രാറ്റജിക് ബ്ലൈൻഡ് സ്പോട്ട്. ഇത് വരാതിരിക്കാൻ, നമ്മുടെ ബിസിനസ് ഒരു അപ്ഡേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജിക് ബ്ലൈൻഡ് സ്പോട്ട് വരാതിരിക്കാൻ 4 കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിനകത്ത് റെഗുലറായിട്ടും പ്രാക്ടീസ് ചെയ്യണം. ഒന്നാമത്തെ കാര്യമാണ് റെഗുലർ ആയിട്ടുള്ള അസസ്മെൻറ്റ്. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓരോ ഫങ്ഷൻസും ഓരോ കോർ ഏരിയ ഓഫ് ആക്ടിവിറ്റീസും റെഗുലറായിട്ട് അസസ് ചെയ്യണം. അതായത് ഈ അസസ്മെൻറ്റ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഇതെല്ലാം ഇന്നത്തെ മാർക്കറ്റിനനുസരിച്ചും കസ്റ്റമർ നീഡിനനുസരിച്ചും കസ്റ്റമർ ബിഹേവിയറിനനുസരിച്ചിട്ടും ഫിറ്റാണോ, ടെക്നോളജി ഫിറ്റാണോ, നമ്മുടെ ടീം ഫിറ്റാണോ, നമ്മുടെ പ്രോസസ്സ് ഫിറ്റാണോ, നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫിറ്റാണോ, ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫിറ്റാണോ തുടങ്ങിയ ഓരോ ഏരിയയും നമ്മൾ റെഗുലറായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ക്വാർട്ടറിലെങ്കിലും നമ്മളുടെ ഫംഗ്ഷൻ്റെ എഫക്റ്റീവ്നെസ്സും അസസ്മെൻറ്റും റിയൽ ടൈം ഡാറ്റ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യണം, അസസ് ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ പ്രാക്ടീസ്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈവേഴ്സ് പേഴ്സ്പെക്റ്റീവുകളാണ്. വ്യത്യസ്തമായ ആംഗിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അഭിപ്രായങ്ങൾ സ്വീകരിക്കാം. നമ്മളുടെ അഡ്വൈസേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കാം. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അഡ്വൈസുകളും ഫീഡ്ബാക്കുകളും ബോധപൂർവ്വം നമ്മൾ കളക്ട് ചെയ്യുന്ന രീതികൾ. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അസൈൻമെൻറ്റുകൾ കൊടുക്കുകയോ ടാസ്കുകൾ കൊടുക്കുകയോ ചെയ്യുന്നത് വഴി പുതിയ ആശയം തരാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയ മാർക്കറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ നമ്മളുമായി ബന്ധപ്പെട്ട ബിസിനസ്സിലുണ്ടാകുന്ന പെയിൻ പോയിന്റുകൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ആ അവസരങ്ങൾ നമ്മളടുത്ത് പ്രസൻറ്റ് ചെയ്യാനും നല്ല ഐഡിയക്ക് റിവാർഡുകൾ കൊടുക്കുന്ന രീതി വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായ പേഴ്സ്പെക്റ്റീവുകൾ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് സഹായിക്കുന്ന പല ഇൻപുട്ടുകളും കിട്ടാൻ അത് സഹായകരമായിരിക്കും. നമ്പർ 3, എക്സ്റ്റേണൽ ഓഡിറ്റ്സ് ആണ്. എക്സ്റ്റേണൽ ഓഡിറ്റ് ഫിനാൻഷ്യൽ എക്സ്റ്റേണൽ ഓഡിറ്റ് മാത്രമല്ല, ബിസിനസിൻ്റെ എൻറ്റയർ ഏരിയയും കവർ ചെയ്യുന്ന രീതിയിൽ ഫൈനാൻഷ്യൽസ് ഇൻക്ലൂഡ് ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ക്വാളിറ്റി, അതല്ലെങ്കിൽ കൺസൾട്ടൻറ്റിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രോസസ് ഓഡിറ്റോ അതല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഓഡിറ്റോ നടത്തുന്നത് വഴി നമുക്ക് റെഗുലർ ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട്. വൺസ് ഇൻ എ ഇയർ ഒരു സ്ട്രാറ്റജിക് ഓഡിറ്റ് നടത്തുന്ന ഒരു സ്ട്രാറ്റജിക് എക്സ്പെർട്ട് വരുന്നു. നമ്മുടെ സ്ട്രാറ്റജി എത്രത്തോളം മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അപ് ടു ഡേറ്റ് ആണ് എന്ന് അസസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്ലൈൻഡ് സ്പോട്ട് ഒഴിവാക്കാനും ബിസിനസ്സിനെ അപ് ടു ഡേറ്റ് ആയിട്ട് നിലനിർത്താനും അത് വലിയൊരു ഇൻപുട്ടായിട്ട് സഹായിക്കും. ആൻഡ് നമ്പർ 4, ഏറ്റവും പവർഫുൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയി ഫീഡ്ബാക്ക് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എംപ്ലോയീസിൻ്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമ്മളൊരു സെഗ്മെൻറ്റ് തന്നെ ക്ലിയർ ചെയ്തിട്ട് ബിസിനസ്സിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഗ്രോത്ത് ആണെന്നും അതോടൊപ്പം തന്നെ എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ബിസിനസ്സിന് വേണ്ടിയുള്ള ഫീഡ്ബാക്ക് വളരെ എഫക്റ്റീവായിട്ട് ഒരു പ്രോ ആക്റ്റീവായിട്ട് നമ്മളത് ഒരു പ്രാക്ടീസായിട്ട് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ബ്ലൈൻഡ് സ്പോട്ടിനെ കവർ ചെയ്യാനും നമുക്കതിനെ ഓവർകം ചെയ്യാനും പറ്റും. സമയാസമയങ്ങളിൽ ഡാറ്റ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിസിഷൻ എടുക്കാൻ ബിസിനസ് ഓണേഴ്സിനെ സഹായിക്കും. സോ സ്ട്രാറ്റജിക് ബ്ലൈൻഡ് സ്പോട്ട് കാരണം നമ്മുടെ ബിസിനസ് തകരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 4 ഏരിയയാണ് പറഞ്ഞത്. സോ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ ഷെയർ ചെയ്യാം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരൊറ്റ കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബിസിനസ് ഓണേഴ്സുമായിട്ട് ഒരുമിച്ച് ബിസിനസ് ചെയ്യാനും ബിസിനസ്സിന് പഠിക്കാനും കണക്റ്റഡ് ആവാനും താല്പര്യമുണ്ടോ? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ബിസിനസ്സുകാരിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് ബിസിനസ് പഠിക്കുന്ന ബിസിനസ്സുകാരുടെ മാത്രമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ അംഗമാകാൻ താല്പര്യമുണ്ടോ? ബിസിനസ് ലേണിംഗ് കമ്മ്യൂണിറ്റിയിൽ അംഗമാകാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ചാണക്യ ബിസിനസ് കമ്മ്യൂണിറ്റിയിലേക്ക്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന എക്സ്പേർട്ട് ബിസിനസ് ഓണേഴ്സ് ബിസിനസ് പഠിക്കാനും ബിസിനസ്സിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനും കൂടെയുള്ളവരെ വളർത്താനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ചാണക്യ ബിസിനസ് പ്ലാറ്റ്ഫോം. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ദിസ് ഈസ് മീ, കസാഖ് ബെഞ്ചാലി, ദ ബിസിനസ് കോച്ച്.